ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവനീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോക്കോ ഓറഞ്ച് ട്രഫിൾ കേക്ക്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്തു. ഇനി അതിനകത്തേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാനത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി മുട്ടേനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി അതിനകത്തേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ പഞ്ചസാരയും മുട്ടയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നേരത്തെ അരിച്ചു വെച്ച മൈദ ഇനി മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചായിട്ട് ഒരു 2-3 വട്ടമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ ലോ മോഡിലിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ സ്പാറ്റില വെച്ചിട്ടാണെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് 1/4 കപ്പ് പാല് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ നമ്മുടെ ബാറ്ററിൻ്റെ പകുതി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ കളറും ഓറഞ്ചിൻ്റെ എസൻസും കൂടെ മിക്സാണ്. ഇനി രണ്ടും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് ഫ്ലേവേർഡ് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതിനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മിക്സിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ ഓറഞ്ച് ഫ്ലേവേർഡ് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ തന്നെ ചോക്ലേറ്റും ബേക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം ഇതിനെ. ഇനി ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല സ്റ്റിഫ് പീക്കാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ 2 സ്പഞ്ചും കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി 2 സ്പഞ്ചിനും 2 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു നൈഫ് വെച്ച് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനകത്തേക്ക് ആദ്യത്തെ ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ചോക്ലേറ്റ് കേക്കിന് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം.
വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൈപ്പിംഗ് ബാഗിൽ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതൊന്ന് നൈഫ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതേപോലെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലും ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട്. അതെല്ലാം ഓപ്ഷണലാണ് കേട്ടോ. ഇനി ഞാൻ തേർഡ് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതാണ്. അതിലും ക്രീമെല്ലാം അപ്ലൈ ചെയ്യണം, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഞാനിപ്പോൾ നാലാമത്തെ ലെയർ ഓറഞ്ച് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതാണ്. ഇനി ക്രീം ഫുള്ളായിട്ട് കേക്കിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ക്രം കോട്ട് ഇവിടെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രം കോട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു കോട്ടും കൂടെ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ മൊത്തത്തിൽ. കേക്കിൽ ഫുൾ ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഒരു നൈഫ് വെച്ച് അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ സൈഡ് ഒന്ന് ഷേപ്പാക്കി എടുക്കണം നൈഫ് ഉപയോഗിച്ചിട്ട്. ഇനി ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ആ ഷേപ്പ് വരണമെങ്കിൽ നമ്മുടെ സ്ക്രാപ്പർ ചെറു ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി കേക്കിൽ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്ക്രാപ്പർ എടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സൈഡിൽ ഡിസൈൻ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് മൊത്തം ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഞാൻ ഗണാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 25 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും രണ്ടിനകത്തേക്കും ഓരോ ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് ചൂടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കണം. അതേപോലെ ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചൂടുള്ളത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് സെറ്റ് ആവാൻ വെക്കണം. ഇപ്പോൾ 2 ഗണാഷ് റെഡി ആയിട്ടുണ്ട്. ഞാനതിനെ ഒന്ന് അരിച്ചെല്ലാം എടുത്തതാണ്. ഇനി അത് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിൻ്റെ മേലെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം ഗണാഷ് അപ്ലൈ ചെയ്യാനുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മുടെ ഗണാഷ് ആക്കിയിട്ടുണ്ട്. ഇനി അത് നമ്മുടെ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ഫുൾ ഗണാഷ് കൊണ്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അത് വെച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ലൈൻസ് ആക്കി കൊടുത്താൽ മതി.
എന്നിട്ട് അതിൽ കൈകൊണ്ട് ഇതേപോലെ ഡിസൈൻസ് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കേക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് മുന്നേ അതിൻ്റെ സൈഡെല്ലാം ക്ലീൻ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ കേക്കെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഈ ചോക്കോ ഓറഞ്ച് ട്രഫിൾ കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണേ. എന്നാലും ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.